സമയം എന്തിനാ? ഇന്നലെ നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സീരീസിന്റെ ഇത് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് ചെയ്തു? 6 പേര്. ബാക്കി എന്താ ചെയ്യാഞ്ഞത്? നിങ്ങളെ എക്സാമിന് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കത് എവിടെയെങ്കിലും ടൈം ലാഗ് ഉണ്ടോ, നിങ്ങൾക്ക് ആ സമയം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. കൃത്യം ടൈമിലേക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എക്സാമിന് മുന്നേ ഒരു മോക്ക് പോലെ നടത്തിയത് നമുക്ക് എന്താ ലാഭം കിട്ടുന്നത്? നിങ്ങൾക്ക് അതിന്റെ പേരിൽ നാളെ ഒരു ബുദ്ധിമുട്ട്, എക്സാം തുടങ്ങിയതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചെയ്തത് 6 പേര്. എങ്ങനെയുണ്ടാവും? നിങ്ങൾ ഇനിയിപ്പോ എക്സാമിന് എല്ലാവരും കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അത് അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അത് പറയുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് പറയുന്നത്. അല്ല, നിങ്ങളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ച് നമുക്കൊന്നും കിട്ടാനില്ല ഇവിടുന്ന്. ഇതിന്റെ ബെനിഫിറ്റ്സ് മുഴുവൻ നിങ്ങൾക്കേ ഉള്ളൂ. അസൈൻമെന്റ് എഴുതിയാലും മൊഡ്യൂൾ ടെസ്റ്റ് എഴുതിയാലും ഇതിനൊക്കെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ്, നോട്ട്സ് എഴുതുന്നതിലൊക്കെ, ക്ലാസ് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിലൊക്കെയുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചെയ്യിപ്പിക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങളേതായ ഒരു എഫേർട്ട് കൂടി ഇട്ടാല് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ഉണ്ടാവും. ഓക്കെ, ശ്രമിക്കുക മാക്സിമം അറ്റൻറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. അപ്പൊ ഇന്നലെ ലാസ്റ്റ് നമ്മൾ ബെർണോളിസ് ഇക്വേഷനുമായി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പറഞ്ഞു? വെഞ്ചരിമീറ്റർ പറഞ്ഞു, സോറി, അതിന്റെ പ്രോബ്ലംസ് നോക്കി. ദെൻ ഒറിഫൈസ് മീറ്റർ പറഞ്ഞു, അതിന്റെ പ്രോബ്ലംസ് നോക്കി അല്ലേ. ഇനി ഉള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് പിറ്റോ ട്യൂബ്. ആക്ച്വലി നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ബെർണോളിസ് ഇക്വേഷന്റെ 2 ആപ്ലിക്കേഷൻ പഠിച്ചു. ഒന്ന് ഒറിഫൈസ് മീറ്ററും ഒന്ന് വെഞ്ചരി മീറ്ററും. എന്തിനാ മറ്റേ വെഞ്ചരി മീറ്ററും ഒറിഫൈസ് മീറ്ററും യൂസ് ചെയ്യുന്നത്? പറ. മറ്റേ പറ. പറ. എസ് ആർ അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അത് ഇത് ടോപ്പിക്കിന്റെ കാര്യം സംസാരിക്കുമ്പോൾ മാത്രം എനിക്ക് നെറ്റ് ഇല്ലാത്ത. നെറ്റ് ഇല്ലാണ്ടൊന്നുമില്ല സാർ, ഞാൻ ഒന്ന് ആലോചിക്കുന്നല്ലേ അതിന്റെ നമ്മളെ ഫ്ലോ റേറ്റ് കൂട്ടാനല്ലേ. ഫ്ലോ റേറ്റ് കൂട്ടാനാ? ആ ഫ്ലോ റേറ്റ് കൂട്ടാനാ ഓറിഫൈസ് മീറ്റർ വെഞ്ചരി മീറ്റർ ഉപയോഗിക്കുന്നത്? നമ്മള് കുറച്ച് സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ട് പോവാൻ. മോനെ, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വേറെ വെച്ചിരിക്കണം കേട്ടാ. അല്ല സാർ, അല്ല നമ്മളൊരു മെഷർമെന്റ് ചെയ്തിട്ട് ഇതൊക്കെ. എന്തെന്ന്? ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് നമ്മളിപ്പം ഗോജെല്ലാം വെച്ചിട്ട് ചെയ്യുന്നില്ലേ, ലഗേജ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്നില്ലേ, ഇത്ര ഇതിലുള്ള ഇത് കടത്തി, അതുപോലെ. വെഞ്ചരി മീറ്ററും ഒറിഫൈസ് മീറ്ററും എന്ന് പറയുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നീ സാർ ഞാൻ പറഞ്ഞ ഒരു എന്ത് ഫ്ലോ റേറ്റ് സ്മൂത്ത് ആക്കി വിടാനാ? നല്ല സ്മൂത്ത് ആക്കി. ഞാൻ പറഞ്ഞ ഗേജ് എന്ന് പറഞ്ഞില്ല സാർ. ഗേജ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളൊരു ഇത്ര ഇത് കടത്തി വിടാൻ മീറ്ററിലൊക്കെ നോക്കിയിട്ട്. അതെവിടെ ഗേജ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാൻ മറ്റേ വെൽഡിങ്ങിന്റെ എല്ലാം. വെൽഡിങ്ങിൽ ഇനി ഫ്ലോ കടത്തി വിടുന്നുണ്ട് സാർ. അങ്ങനെയല്ല സാർ, ആ സാധനം വെച്ചിട്ട് ഇത്ര ഒരു എമൗണ്ട് മാത്രം കടത്തി വിടുന്നില്ലേ, അതാ പറഞ്ഞു. അതല്ല, ഒറിഫൈസ് മീറ്ററും വെഞ്ചരി മീറ്ററും എന്ന് പറയുന്നത് ഫ്ലോ മെഷർ ചെയ്യുന്ന ഡിവൈസസ് ആണ്. റെഗുലേറ്റിംഗ് ഡിവൈസ് വേറെ, മെഷറിംഗ് ഡിവൈസസ് വേറെ. ഓക്കെ സാർ. എന്താ വെഞ്ചരി മീറ്ററിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മുക്താസിം ഉണ്ടോ ക്ലാസ്സില്? എന്തായിരുന്നു മുക്താസിം വെഞ്ചരി മീറ്ററിന്റെ ഇക്വേഷൻ ഡിസ്ചാർജിന്റെ?
നെറ്റ് പ്രോബ്ലം ഉണ്ടടാ, നീ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. Q equal to VA. Q is equal to VA ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ, ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. ഞാൻ ചോദിച്ച വെഞ്ചുരിമീറ്ററിന്റേതായിട്ടുള്ള ഇക്വേഷൻ എന്താ? അസഫ് എന്താ ഇക്വേഷൻ? അസഫ് അസഫ് എന്താ ഇക്വേഷൻ പറഞ്ഞേ? വെഞ്ചുരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? മുക്താസിന് ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ ഓഫ് ചെയ്തോ, ഡിസ്റ്റർബൻസ് ആണ്. CD A0 A1 അതാ. A0 നമ്മൾ ഏതിനാടാ ഉപയോഗിച്ചത്? വെഞ്ചുരിമീറ്ററിനല്ലല്ലോ A0. അല്ല വെഞ്ചുരിമീറ്ററിന് A0 അല്ല, A1. A1 എന്തായിരുന്നു ഇക്വേഷൻ വരുന്നത്? CD A1 A2 root 2GH by root A1 square minus A2 square. A1 square minus A2 square. ഒരു ഫേസിൽ വരുമ്പോ എന്താവും? A2 മാറിയിട്ട് A0 ആവും. A0 ആവും. CD into A1 A0 root 2J divided by root of A1 square minus A0 square വരും അല്ലേ? ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആവണേ ചെയ്ത് വരുമ്പോ. അതുകൊണ്ട് ആ പ്രോബ്ലം ചെയ്ത് വരണം എന്ന് പറയുന്നു. ചെയ്ത് വന്നാലേ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആയിട്ട് വരുള്ളൂ. അതൊരു ഫ്ലോയിലിങ് വരണം. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞത് ബെർണോളിസ് ഇക്വേഷൻ വരുന്ന ആപ്ലിക്കേഷൻ ആയിട്ട് വെഞ്ചുരിമീറ്ററും ഒറിഫേസ് മീറ്ററും പറഞ്ഞു. ഇത് രണ്ടും എന്താണ്? ഫ്ലോ മെഷറിംഗ് ഡിവൈസസ് ആണ്. ഇനി മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് പിറ്റോ ട്യൂബ് ആണ്. സോ പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത് ഫ്ലോ മെഷർ ചെയ്യാനല്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇപ്പോൾ ഫ്ലോ നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി മെഷറിംഗ് ഡിവൈസ് ആണ്. ഫ്ലോന്റെ വെലോസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബെൻ പൈപ്പ് ആണ് എന്ത്? പിറ്റോ ട്യൂബ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഒരു ബെൻ പൈപ്പ് ആണ്. ഏത് പോയിന്റിലാണോ പ്രഷർ അറിയേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ബെൻ പൈപ്പിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇതും വർക്ക് ചെയ്യുന്ന എന്താ? നോർമൽ നമ്മളെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ബെർണോളിസ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? പിറ്റോ ട്യൂബും വർക്ക് ചെയ്യുന്നത്. സോ ഇനീഷ്യലി എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. ഫ്ലൂയിഡിന് ഈ കണ്ടെയ്നറിനുള്ളിൽ ഒരു പൈപ്പ് ഫ്ലോന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. സോ ഫ്ലൂയിഡിന് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ കൈനറ്റിക് എനർജി ഒരു 10 to 12 mm ഡയമീറ്ററില്, സ്മോൾ ഡയമീറ്റർ 10 to 12 mm ഡയമീറ്ററിൽ ഒരു പൈപ്പ്, ഒരു ബെൻ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഫ്ലൂയിഡ് എന്തായി? ഒരു സെൻട്രൽ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോകും. നമ്മൾ ആവറേജ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പൊസിഷനിലേക്ക്. സോ ഈ ഫ്ലൂയിഡ് ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യും അല്ല, ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എന്താവും? ഇതിന്റെ ഇവിടെ ഇനീഷ്യലി ഇതിന്റെ വെലോസിറ്റി V1 ആയിരുന്നെങ്കിൽ ഇതിന്റെ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ V2 ആയി. ഇറ്റ് വിൽ ബിക്കം 0. ഇത് വെലോസിറ്റി കണ്ടിന്യൂസ്ലി കുറഞ്ഞു വന്ന് 0. ഓക്കെ, പക്ഷെ എന്താ? ഇതിന് ഓൾറെഡി ട്രാവൽ ചെയ്യുന്ന കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. ആ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് എന്താവും? ഇത് ഫ്ലൂയിഡ് റൈസ് ആവാൻ തുടങ്ങും. റൈസ് ആവുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വന്ന് സ്റ്റോപ്പായി ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന ഫ്ലൂയിഡ് റൈസ് ആവാൻ തുടങ്ങും. സോ ഇതിനുണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്ത് അപ് ടു ഒരു സർട്ടൻ ലിമിറ്റ് വരെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0. ഓക്കെ, അപ് ടു ഒരു പെർട്ടിക്കുലർ ലിമിറ്റ്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് കോളം വരെ എന്തുണ്ടാവും? ഫ്ലൂയിഡ് റൈസ് ആവും. ആ പോയിന്റിൽ എത്തുമ്പോൾ എന്തായി? ഈ കൈനറ്റിക് എനർജി എല്ലാം എന്തായി മാറി? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്, ഫ്ലൂയിഡിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയി. ആക്ച്വലി ബേസിക്കലി നടക്കുന്നത് എനർജി കൺവേർഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ മാത്രമേ, എനർജി ടോട്ടൽ, നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ, അല്ലെങ്കിൽ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് സിസ്റ്റം, ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ് ആണ്. എനർജി എപ്പോഴും എന്തായിരിക്കും? ഒരു ഫോമിൽ അല്ലെങ്കിൽ വേറൊരു ഫോമിലൊക്കെ ആയിട്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമെന്നാണല്ലോ നമ്മൾ ബെർണോളിസ് ഇക്വേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതേ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജി ഒരു ബെൻ ട്യൂബിലോട്ട് കയറി, സോ ഇതിനുള്ളിലേക്ക് എത്തുമ്പോൾ എന്താ? വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് നമുക്ക് 0 ആയി. സോ ആ കൈനറ്റിക് എനർജി പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ എനർജി ആവും. സോ ആ കൈനറ്റിക് എനർജിന്റെ എക്സ്പെൻസിൽ എന്താവും? ഇവിടെ ഒരു ഹൈറ്റ് കോളം, ഒരു ഫ്ലൂയിഡ് റൈസ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, ഓൾവേസ് ഇവിടെ ഉപയോഗിക്കുന്ന ഈ പൈപ്പിന് ഒരു 10 to 12 mm ഡയമീറ്റർ മാത്രമേ ഉണ്ടാവും. സോ ഒരു ഫ്ലൂയിഡ് റൈസ് ഉണ്ടാവും, സ്മോൾ h. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഇനീഷ്യലി ഇല്ല ഫ്ലൂയിഡ് ലെവലാണ്, ഈ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന ലെവലിൽ. ഓക്കെ, ഇതാണത് ബേസിക് പിറ്റോ ട്യൂബ്. ഈ
സ്മോൾ എച്ചിന്റെ വാല്യൂ കറസ്പോണ്ടിംഗ്ലി സ്മോൾ എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി അറിയണമെങ്കിൽ ആ പോയിന്റിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കോളം റൈസ് ആണ് നമുക്ക് ഫിസിക്കലി കണ്ടറിയാൻ പറ്റുന്നത്. എത്രത്തോളം റൈസ് ഓഫ് വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ റൈസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു വാല്യൂ കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ദ ബേസിക് പർപ്പസ് ഓഫ് എപ്പിറ്റോട്യൂബ്. സോ ഇതിനകത്തേക്ക് ഇനി ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അതിന് മുന്നേ ഇതിനകത്ത് മെയിൻ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് പ്രഷർ വരുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് പ്രഷർ, ദാറ്റ് ഈസ് പ്രഷർ ഡ്യൂ ടു മോളിക്യുലർ കൊളീഷൻ. നമ്മൾ ഫ്ലൂയിഡ് ഒരു പാസേജിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ, അപ്പൊ അതിന്റെ ഇത് തമ്മിൽ കൊളീഷൻസ് നടക്കുമ്പോൾ എന്താണ് പ്രഷർ ഉണ്ടാകുന്നത്. സോ അതാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേഷനിൽ ബെർണോളിസ് ഇക്വേഷനിലൊക്കെ പറയുന്നത് ടോട്ടൽ ഹെഡ് പറഞ്ഞു എന്താണ് P1/ρg പ്ലസ് V²/2g പ്ലസ് Z എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് ആണെന്ന് പറഞ്ഞു. അതിന് P1/ρg പ്ലസ് Z എന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് ആണെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞാണ് പീസോമെട്രിക് ഹെഡ്. P1/ρg പ്ലസ് Z എന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് ആണ്. ഇനി P1/ρg എന്ന് പറയുന്നത് എന്താ, അതാണ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, P1/ρg എന്ന് പറയുന്ന ആ ടേമിനാണ് നമ്മൾ എന്താ പറയാ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. Second one is dynamic pressure, that is kinetic energy per unit volume. Kinetic energy per unit വോളിയത്തിനാണ് നമ്മൾ എന്താ പറയുക ഡൈനാമിക് ഹെഡ്. ദെൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് when a fluid is moving with a kinetic energy, ഈ കൈനറ്റിക് എനർജി ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജിനെ പ്രഷർ കൈനറ്റിക് കൺവേർട്ട് ചെയ്യും. അത് സ്റ്റാഗ്നേഷൻ പ്രോസസ്. അത് ഈ കൺവേർഷൻ കൈനറ്റിക് എനർജി ടു പ്രഷർ എനർജി കൺവേർഷൻ ഒരു ഐസെൻട്രോപിക്കലി നടത്തുന്നതാണ്. എന്താ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്? നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റിൽ പഠിച്ചില്ലേ, കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് പഠിച്ചിട്ടുണ്ടാവും. ഇനി എനിവേ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് എൻട്രോപ്പിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനൊക്കെ നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ് ഐസോബാറിക് എന്ന് പറയും. അതുപോലെ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് എന്ത് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് എന്ത് ഐസെൻട്രോപിക് പ്രോസസ്. സോ ഈ കൈനറ്റിക് എനർജി ടു പ്രഷർ എനർജി കൺവേർഷൻ നടക്കുന്നത് ഒരു ഐസെൻട്രോപിക്കലിയാണ്. ഓക്കെ, സോ സ്റ്റാഗ്നേഷൻ പ്രോസസ് നടക്കുക വെച്ചാൽ ഇതിന്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി സീറോ ആയി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ട്യൂബിലേക്ക് വരുമ്പോൾ ഫ്ലോയിങ് വെലോസിറ്റി ഫൈനൽ എത്തുമ്പോൾ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്തായി വെലോസിറ്റി സീറോ ആയിട്ട് മാറും. V2 അപ്രോക്സിമേറ്റ്ലി സീറോ ആയിട്ട് മാറും. ഓക്കെ, സോ അത് നടക്കുന്ന ഐസെൻട്രോപിക്കലി വെലോസിറ്റി സീറോയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഗ്നേഷൻ പ്രോസസ് ചെയ്യാന്ന് പറയും. സോ ഫൈനലി കിട്ടുന്ന ഹെഡിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റാഗ്നേഷൻ ഹെഡ്. റൈറ്റ്, ക്ലിയർ ആവുന്നുണ്ടോ ആ പറഞ്ഞത്? സോ ഇനീഷ്യലിയിലെ സ്റ്റാറ്റിക് ഹെഡിന് ഇവിടെ എത്തുമ്പോൾ എന്തായി ഇവിടെ H എന്ന് പറയുന്നുണ്ട് P1/ρg. സപ്പോസ് H V1/ρg ആണെങ്കിൽ അതിന് സ്റ്റാറ്റിക് ഹെഡ് എന്നും. ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്തായി എച്ചും വന്നു, ഇതിന്റെ കൂടെ ഈ പ്രഷർ റൈസും ഉണ്ട്. കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് എന്തുണ്ടായി ഒരു സ്മോൾ എച്ച് കൂടെ എൻഡഡ് ആയി. ഓക്കെ, ഓൾറെഡി ഉള്ള സ്റ്റാറ്റിക് ഹെഡിന്റെ കൂടെ ഈ കൈനറ്റിക് എനർജി കൺവേർഷൻ കൊണ്ട് ഒരു പ്രഷർ ഹെഡ് ക്രിയേറ്റ് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി ഹെഡ് ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഫോമിനാണ് നമ്മൾ പറയാ സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയും. ഓക്കെ, ഈ ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ എച്ച്, ക്യാപിറ്റൽ എച്ചിനെ നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ എച്ചിനെ നമ്മൾ എന്ത് പറയും സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയും. ഓക്കെ, ക്യാപിറ്റൽ എച്ചിനെ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ എച്ചിനെ സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? ഏതെങ്കിലും പോയിന്റിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ P1 is the intensity, അതായത് ഫസ്റ്റ് പോയിന്റ് എടുക്കുന്ന ഇടത്തിലെ P1 പ്രഷർ, വെലോസിറ്റി V1, ദെൻ P2 കറസ്പോണ്ടിങ്ങിൽ ഈ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും നമ്മൾ ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആയിട്ട് വരും, ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നു പോയിന്റ്. ഓക്കെ, സോ P2 V2 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പോയിന്റ്. റൈറ്റ്, ക്യാപിറ്റൽ H is the depth of tube in the liquid. ട്യൂബ് അപ് ടു ലിക്വിഡിന്റെ അകത്ത് H, ക്യാപിറ്റൽ Hലും സ്മോൾ h എന്ന് പറയുന്നത് റൈസ് ഓഫ് ലിക്വിഡ് ആണ്. റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ് അബോവ് ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എന്ത് വരും? ഇക്വേഷൻ നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താ P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2 ആണ്. നമ്മൾ ഇവിടെ എടുക്കുന്ന അസംഷൻ അല്ലെങ്കിൽ ആ കണ്ടീഷൻ വെച്ചാൽ Z1ഉം Z2ഉം ഈക്വൽ ആണ്. ബിക്കോസ് രണ്ടും ഒരേ സെയിം ലൈനിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്തായി Z1 ഈക്വൽ ടു Z2 കിട്ടി. ഇനി V2 0 ആയിരിക്കും, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ബെൻഡിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഫ്ലൂയിഡ് വെലോസിറ്റി, സെക്കൻഡ് വെലോസിറ്റി
0 ആയിട്ട് മാറും. ഇനി P1 by rho g, that is pressure head at point 1. പ്രഷർ ഹെഡ് അറ്റ് പോയിന്റ് 1 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. പ്രഷർ ഹെഡ് പോയിന്റ് 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ P1 by rho g എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. P2 by rho g എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് ആയിരിക്കും. അപ്പൊ ഈക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ക്യാപിറ്റൽ എച്ച് പ്ലസ് V1 square by 2g ഈക്വൽ ടു സ്മോൾ എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച് വരും. ഓക്കെ, ഇത് V2 0 ആയിട്ട് പോയി, Z1 Z2 ക്യാൻസൽ ആയി. P2 V2 by rho g എന്ന് പറയുന്നത് സ്മോൾ എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച് ആണ്. ഇപ്പൊ രണ്ട് സൈഡിൽ എന്തായി? ക്യാപിറ്റൽ എച്ച് രണ്ട് സൈഡിലുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം H equal to V1 square by 2g, and we will get a form for the V1, that is V1 is equal to root 2gh. Okay, V1 will be equal to root 2gh. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആക്ച്വൽ ഡിസ്ചാർജ് എടുക്കുന്നവരും തിയററ്റിക്കൽ ഡിസ്ചാർജ് പറഞ്ഞു, ഇതൊക്കെ ഐഡിയൽ കണ്ടീഷൻസിൽ ഒരു എക്സ്പ്ലനേഷൻ വരുന്നതൊക്കെ ഐഡിയൽ കണ്ടീഷൻസിലാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഐഡിയൽ കണ്ടീഷനാണ്. ഓൾറെഡി നമ്മൾ എഞ്ചിനീയറിംഗ് മീറ്ററിലും ഓറിഫൈസ് മീറ്ററിലൊക്കെ പറഞ്ഞ പോലെ basic principles were applied on the ideal condition, but in a real situation there will be some losses, right? നമ്മൾ കണ്ടുപിടിക്കുന്ന ഇപ്പൊ ഡിസ്ചാർജിന്റെ കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആഡ് ചെയ്തു. ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാൾ ലെസർ ആയിരിക്കും. ഓക്കെ, ഓൾവേസ് തിയററ്റിക്കൽ ഡിസ്ചാർജ് വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ്. സോ സിമിലർലി ഹിയർ ഈ കണ്ടീഷനിൽ എന്തായിരിക്കും? ആക്ച്വൽ നമ്മൾ ഈ കണ്ടുപിടിച്ച വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 2gh, V1 ഈസ് ഈക്വൽ ടു റൂട്ട് 2gh. ആ സെൻട്രൽ വെലോസിറ്റി, ആ സെൻട്രൽ പൊസിഷനിലുള്ള വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ? ആ സെൻട്രൽ പൊസിഷനിലുള്ള വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, സെൻട്രൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് തിയററ്റിക്കലിയാണ്. ഓക്കെ, തിയററ്റിക്കൽ കണ്ടീഷനാണ്. ഓക്കെ, ഇത് എപ്പോഴും 100% ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. സോ ആക്ച്വൽ കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതിനെ ആക്ച്വൽ കണ്ടീഷനിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ഹൈഡ്രോളിക് കോഎഫിഷ്യന്റിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് പിറ്റോട്ട് ട്യൂബ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പിറ്റോട്ട് ട്യൂബ് എന്ന് പറയും. V1 ആക്ച്വൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ്, നമ്മൾ ഡിഫറെന്റ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് പഠിച്ചു, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ പഠിച്ചു. ദെൻ തേർഡ് വൺ കോഎഫിഷ്യന്റ് ഓഫ്, ഇതിനൊക്കെ പറയുന്നത് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്നാണ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. തേർഡ് വൺ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പിറ്റോട്ട് ട്യൂബ്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് ആക്ച്വൽ വെലോസിറ്റി in the form CV equal to, V1 actually is equal to CV into root 2gh. So velocity at a point will be get by V is equal to CV into root 2gh. Okay, ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? ഫത്തേ ക്ലാസ്സില് ഓക്കെ. ഫത്തേ എന്താ വെലോസിറ്റി ഇക്വേഷൻ എന്താ? മനസ്സിലായ കാര്യം എന്താ? പിറ്റുറ്റ് അതല്ല, മെഷറിംഗ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, വെലോസിറ്റി ഇക്വേഷൻ എന്താ വരിക? അവസാനം തിയററ്റിക്കലാ? തിയററ്റിക്കൽ എന്താ വരിക? V1 is equal to CV root 2gh. ഓക്കെ, ബട്ട് അത് CV വരുമ്പോ തിയററ്റിക്കൽ അല്ല, ആക്ച്വലിലേക്ക് മാറി കേട്ടോ. ഓക്കെ, CV ആഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുന്നത് തിയററ്റിക്കൽ കണ്ടീഷനിൽ ആക്ച്വൽ കണ്ടീഷനിലേക്കുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, തിയററ്റിക്കൽ ആണ് ചോദിക്കുന്നെങ്കിൽ CV ആഡ് ചെയ്താൽ വെറും റൂട്ട് 2gh ആണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇത് ക്ലിയർ ആവാത്ത ആരുണ്ടോ ഈ പോർഷൻസ്? എനിബഡി? ഓക്കെ, ദെൻ നമ്മളിപ്പോ പറഞ്ഞത് പിറ്റോ ട്യൂബ് ആണ്. ഇനി ഇതിന്റെ ഇതേ പർപ്പസ് തന്നെ ഇതിന്റെ വേറൊരു ഫോർമാറ്റിലുള്ള സാധനത്തിലാണ് എന്ത്? പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയും. ഓക്കെ, പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കൺസ്ട്രക്ഷനിലെ ചെറിയൊരു വേരിയേഷൻ. ഓക്കെ, നമ്മൾ പിറ്റോ ട്യൂബിൽ എന്താ പറഞ്ഞത്?
സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെൻ പൈപ്പ് കൊടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു ബെൻ പൈപ്പ് കൊടുത്ത് അവിടെ ഈ ഇതുപോലൊരു ബെൻ പൈപ്പ് മാത്രം കൊടുത്ത് അതിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് റൈസ് ഓഫ് ഫ്ലൂയിഡിന്റെ ലെവൽ നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ഓക്കെ, ചില കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യും. ഇറ്റ് വിൽ ബി എന്ന് പറയുന്നത് 2 പൈപ്പ് ഉണ്ടാവും. We have pitot tube. It consists of 2 circular concentric tubes. Okay, one inside the other item. ഒന്ന് ചെറിയ ഡയമീറ്ററും ഒന്ന് അതിന്റെ പുറത്തുമായിട്ട് എന്തുണ്ടാവും, 2 കോൺസെൻട്രിക് ട്യൂബ്സ് ഉണ്ടാവും വിത്ത് സം ആനുലാർ സ്പേസസ് പ്രൊവൈഡഡ്. അപ്പം ഈ 2 പൈപ്പിന്റെയും ഓരോ എൻഡിലേക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യും. ഈ 2 കോൺസെൻട്രിക് ട്യൂബ്സിന്റെയും ഓരോ എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തു. സോ അതിനകത്തേക്ക് എന്തുണ്ടാവും, നമ്മൾ നോർമലി അപ്പോൾ വെഞ്ചിമീറ്ററിലൊക്കെ ഉണ്ടാകുന്ന പോലെ പ്രഷർ ഹെഡ് വേരിയേഷൻ അനുസരിച്ചിട്ട് ഒരു മാനോമെട്രിക് ഫ്ലൂയിഡിന് ഹൈറ്റ് കോളത്തിൽ ഒരു വേരിയേഷൻ വരും. ഒരു ക്യാപിറ്റൽ എക്സ് വാല്യൂ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും ഫിസിക്കലി, അല്ലെ? സോ ദെൻ ഫിസിക്കലി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എച്ച് നമുക്ക് സാധാരണ സിസ്റ്റം നമ്മൾ വെഞ്ചിമീറ്ററിലൊക്കെ പറഞ്ഞ പോലത്തെ ഇക്വേഷൻ തന്നെ സെയിം, SG/SO-1 എക്സ് ഇൻറ്റു SG/SO-1 എന്ന എച്ച് കിട്ടി. പിന്നെ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ √2GH എടുത്താൽ വെലോസിറ്റി കിട്ടി. ആക്ച്വൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ CV√2GH എടുത്താൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ സിമിലർ ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. പിറ്റോ ട്യൂബ് ആകുമ്പോൾ സിമ്പിളി ഒരു ബെൻ പൈപ്പ് മാത്രമാണ്. പിറ്റോ സ്റ്റാറ്റിക് ട്യൂബിലാവുമ്പോൾ 2 കോൺസ്റ്റന്റിക് ട്യൂബ്സും ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്ററും കണക്ട് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ആണ് വരിക. ഓക്കെ, ചില സമയം 2 കൂടി കമ്പാരിസൺ ചെയ്യാനോ അല്ലെങ്കിൽ 2ന്റെ ഫിഗർ വരച്ചിട്ട് ബ്രീഫായിട്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയ find the velocity of flow. Find the velocity of flow of an oil through a pipe. When the difference of mercury level in a differential U-tube manometer connected to the two tappings connected to the two tappings of the pitot tube. And it is 100 mm. Take coefficient of pitot tube. 0.98. And specific gravity of oil is 0.8. Specific gravity of oil is 0.8. Okay, എഴുതില്ലേ? പ്രത്യൂഷ് ഉണ്ടോ ക്ലാസ്സില്? പ്രത്യൂഷ്? യെസ് സർ. പ്രത്യൂഷ് ക്വസ്റ്റ്യൻ വായിച്ച എനിക്ക് മനസ്സിലായതെന്നു തോന്നുന്നു. യെസ് സർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ നീ. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. ഇപ്പൊ കഴിയുന്നത്ര നേരത്തെ തുറന്നു വെച്ച
പ്രത്യുഷ നീ അപ്പൊ കയറിയെന്ന് എനിക്ക് മനസ്സിലായിന്. എന്നിട്ട് ഓൺലൈനിൽ കഴിഞ്ഞ് ഏ ഞാൻ എഴുതിയില്ല ഫസ്റ്റ് എന്നിട്ട് എഴുതാനും ഞാൻ ചോദിച്ചത്. എഴുതിക്കൊണ്ടിരിക്കല. നീ എഴുതിയെടുത്തോളം എന്താ വായിച്ച? The velocity of the flow of an oil through a pipe when the difference of a mercury of differential YouTube manometer cannot connected to the two tappings. ആടം വരെ എഴുതി. Of the pitot tube of the pitot tube Tube is 100 mm. Yeah. The efficiency of Okay. pitot tube 0.98 and physical gravity of oil is 0.8. അപ്പൊ ഇതോടെ ഇപ്പം വന്നേ. എനിക്കനി അല്ല അതിപ്പോ നീ കാണാണ്ടെങ്കിൽ ഇതെല്ലാം എഴുതിയേ. അല്ല ഞാൻ എഴുതി കുറച്ച് എഴുതിനു. എഴുതി അത്ര വായിച്ചു പിന്നെ കംപ്ലീറ്റ്. എന്നാ പിന്നെ പറ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ മനസ്സിലായെന്ന് പറ. അതില് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിലിന് തന്നിട്ടുണ്ട്, കോഫിഷ്യന്റ് ഓഫ് പിറ്റോട്ടി ട്യൂബ്, പിന്നെ യൂട്യൂബ് മാനോമീറ്ററിന്റെ 100 mm മെഷറും തന്നിട്ടുണ്ട്. അതെന്താ സാധനം? ഏതാ വേരിയബിള്? എഫിഷ്യൻസി ഓഫ് പിറ്റോട്ടി ട്യൂബ്. എഫിഷ്യൻസിയോ? കോഎഫിഷ്യൻസി അത് വേറെ. ഈ 100 mm എന്ന് പറയുന്നത് എന്താണ്? അത് യൂട്യൂബ് മാനോമീറ്ററിന്റെ യൂട്യൂബ് മാനോമീറ്ററിന്റെ. ഓക്കെ, ഇനി എങ്ങനെയാ ചെയ്യാവുന്ന ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ചെയ്ത അതേതാണ്. ഇന്നലെ ഒരു 3-4 പ്രോബ്ലം എന്റെ മോള് ചെയ്തു. അതേ സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രോബ്ലം ക്ലാസ് ചെയ്തതിന് ശേഷം നോട്ടിൽ കംപ്ലീറ്റ് ചെയ്യണേന്ന് പറഞ്ഞത്. അതാണ് ഞാൻ രാവിലെ വന്നോട് ചോദിച്ചത് കംപ്ലീറ്റ് ചെയ്തിനോന്ന്. പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. ഇല്ല. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്യാത്തത്? പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്തത്? ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ ആണ് എനിക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് അസൈൻമെന്റ് 2 വെച്ചിനാ? ഇല്ല. അസൈൻമെന്റ് 1 വെച്ചിനാ? എന്തുകൊണ്ടാ വെക്കാന്? ആൻസേഴ്സ് ഒന്നും കിട്ടിയില്ല സാർ. ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ നോട്ടിൽ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെയല്ലേ വന്നിനി. അത് എഴുതാൻ കഴിയില്ല എനിക്ക്? ആൻസർ കിട്ടാൻ വേണ്ടി നീ അത് എഴുതാൻ വേണ്ടി ഒരു പേപ്പർ പെന്നൊക്കെ എടുത്ത് ഇരുന്നാലേ എനിക്ക് ആൻസർ വരുള്ളൂ. അത് ഇരുന്നിനാ നീ? ഇല്ല. ഇത് തമാശയും കളിയാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ല സാർ. പിന്നെ എന്തുകൊണ്ടാ വെക്കാത്തത്? ഇന്ത്യകളിൽ ഒന്നും വേണ്ട, ഒന്നും ഇല്ലാതെ ഞാൻ പാസ്സായി പോകാൻ കഴിയുന്നുള്ള കഴിവെങ്ങാനും ഉണ്ടാ? ഇല്ല. അല്ല, അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി സിലബസ് എടുത്ത് വെച്ചിട്ട് ആ റൂളൊക്കെ പഠിക്കുന്നത് നല്ലതാ. ഓക്കെ, നമുക്ക് നോക്കും. ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ ഇതാകാൻ വേണ്ടി മാത്രം പറയുന്നത് കേട്ടോ. അല്ലാതെ എനക്കൊരു ഇതും ഇല്ല, നിങ്ങളോടൊരു ദേഷ്യത്തിന് മുകളിൽ പറയുന്നൊന്നുമല്ല. ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിൽ പറയുന്ന നിങ്ങളോട്. എല്ലാ പ്രോബ്ലം ഇപ്പൊ എനിക്കിതിങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്ന എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് പ്രോബ്ലം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങളായിട്ടൊന്നും എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, വല്ലാത്ത ബുദ്ധിമുട്ടാവും പിന്നീട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നത് വരുന്നത്. ഓക്കെ, നോക്ക്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 100 mm. അതായത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററിന്റെ വേരിയേഷൻസ് കാണിച്ചിട്ടാണ്. ഓക്കെ, ദെൻ എസ് ഒ എന്ന് പറയുന്നത് 0.8 നമ്മുടെ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, എസ് ജി മെർക്കുറിന്റെ CB കോഎഫിഷ്യന്റ്, ദെൻ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് കിട്ടും.
നമ്മളെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് h ഈക്വൽ ടു എസ് ജി എക്സ് ഇൻറ്റു എസ് ജി മൈനസ് എസ് ഒ മൈനസ് 1 ഈ 100 mm മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. സോ ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? 1.6 meters ഓഫ് ഓയിൽ. h കിട്ടി കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടാൻ സാധാരണ CV ഇൻറ്റു √2GH. ഇങ്ങനത്തെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കൊന്നും വേണ്ട. നിങ്ങൾ അത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കുന്നെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കും. ഓക്കെ, CV ഇൻറ്റു √2GH ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് എഴുതിയേ. ട്യൂബ് എഴുതണേ. എഴുതാൻ പറയുമ്പോൾ വെറുതെ ഇരിക്കല്ല. ഇന്ന് ഇത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഇതുവരെയുള്ള സ്ലൈഡ് മൊത്തം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടും. ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് കഴിയെങ്കിൽ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യും നോട്ടിലേക്ക്. കൂട്ടത്തിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ ആകാശ് കെ എം, അഖിൽ, അമിത്, അനിരുദ്ധ്, കാർത്തിക്, ലതിൻ, ലതിൻ ഉണ്ടാ? അത് കാണിച്ചല്ലോ. മെസ്സേജ് കിട്ടുന്നു. ഓക്കെ. ഷഹസാദ്, മുക്താസിം, അസഫ് ഉണ്ടോ? ഫർദീൻ, ഫത്തേ, സമ, സിയാൻ, നിഷാഖ്, നിവേദ്, പ്രത്യുഷ്, രാഹുൽ, തരുൺ, സൗരാഗ്, സൗരവ്, ശ്രീരാഗ്, വിഷ്ണു AP, വിഷ്ണു N, ധർമ്മേഷ്. Okay. The absentees are Shahzad, Saurabh, then Saurav, Vishnu. പേര് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചല്ലോ മോനെ. നീ എവിടെ പോയിനി? 2 പ്രാവശ്യം മുബീനെ വിളിച്ച. അല്ലടാ, ഞാൻ വിളിച്ചിനി, നീ കേട്ടിണ്ടാവില്ല. ഓക്കെ, ഓക്കെ എഴുതിയാ? ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിച്ചോ. ഓക്കെ, തന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ട്യൂബ് ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ് ഓഫ് 300 diameter and static pressure in the tube is 100 mm of mercury. Okay, then stagnation pressure at the center of the pipe recorded by the pitot tube is 0.981 Newton per centimeter square. Calculate the rate of flow of water through the pipe if mean velocity of flow is 0.85 times the center velocity. ഇത് പലതും പല യൂണിറ്റ്സിലൊക്കെയാണ് തന്നിട്ടുള്ളത്. എപ്പോഴും ഈ പ്രോബ്ലം തരുമ്പോൾ നമ്മളെ മിക്കവാറും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഇതാക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. എനിക്ക് പലതും പല യൂണിറ്റ്സിലുള്ളത്. ഇവിടെ 100 mm മർക്കൂറിലാണ്, ഇത് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്, കാണേണ്ടതായിട്ട് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലും. ഓക്കെ, ഇത് നോക്കി ഇനീഷ്യലി നോക്കും. ഡയമീറ്റർ ഓഫ് പൈപ്പ് വന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ അതിന്റെ ഒരു ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, പൈപ്പിന്റെ ഡയമീറ്റർ വന്നു. ഇനി സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്, അതായത് P1/ρg, ഇനീഷ്യലി ഉള്ള P1/ρg എന്നുള്ള ടേം
ഓക്കെ. എച്ച് ക്യാപിറ്റൽ എച്ച് എന്ന് വാല്യൂ അതൊന്നും ആ ഡെറിവേഷൻ ഒന്നാലോചിച്ചാൽ ചില സമയം ഡയറക്ട്ലി തരാതെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഇനീഷ്യലി ഇല്ല സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് 100 mm ഓഫ് മെർക്കുറി ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം മീറ്റേഴ്സ് ഓഫ് വാട്ടർ. കാരണം വാട്ടർ ആണ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഓക്കെ, വാട്ടർ ആണ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. അതിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. രണ്ട് ഫ്ലൂയിഡ് തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് അതിന്റെ ρ1 H1 ഈസ് ഈക്വൽ ടു ρ2 H2. അതായത് ഡെൻസിറ്റി നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറഞ്ഞില്ലേ ഇനീഷ്യലി ഇല്ല. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഇനീഷ്യലി ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറഞ്ഞു നമ്മൾ ρgh എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞ സാധനമാണ് P is equal to ρgh. അപ്പൊ ഏതിന്റെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ പറഞ്ഞാലും മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിൽ പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ പറഞ്ഞാലും മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിൽ പറഞ്ഞാലും പ്രഷറിന്റെ വാല്യൂ സെയിം ആയിരിക്കണം. പ്രഷർ ഹെഡ് ρgh P is equal to ρgh എന്ന് പറയുന്ന ടേം സെയിം ആയിരിക്കണം, ഈക്വലി ആയിരിക്കണം. അപ്പൊ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അപ്പൊ ρ1 Gh1 ഈക്വൽ ടു ρ2 Gh2 ആയിരിക്കും. രണ്ട് സൈഡിലും G ഈക്വൽ ആയതുകൊണ്ട് ρ1 H1 ഈസ് ഈക്വൽ ടു ρ2 H2 ആണ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് അതിന്റെ ഹെഡ് ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. അപ്പൊ മെർക്കുറിന്റെ ഹെഡ് ആണെങ്കിൽ മെർക്കുറിന്റെ ഹെഡ് ഇൻറ്റു മെർക്കുറിന്റെ ഡെൻസിറ്റി ഈക്വൽ ടു വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻറ്റു വാട്ടറിന്റെ ഹെഡ്. സോ വാട്ടറിന്റെ ടേംസിൽ ഹെഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാ? മെർക്കുറി ടേംസിലുള്ള ഹെഡ് അത് 100 ഇൻറ്റു മെർക്കുറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിവൈഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? വാട്ടറിന്റെ ടേംസിലുള്ള എന്ത് നമുക്ക് കിട്ടും? വാട്ടറിന്റെ ടേംസിലെ ഹെഡ് കിട്ടും. ഇതിൽ ബാക്കി 950 നമുക്ക് ബാക്കി ഈ പ്രോബ്ലം ഞാൻ നാളെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ചിലപ്പോൾ ക്ലിയർ ആവില്ല. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കേടാ, ശരി എന്നാലും താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തു. ഓക്കെ, സീരീസ് into the modules. സീരീസ് മൊഡ്യൂൾ 1 and 2 50 മാർക്സ്. ഓക്കെ, ശരിയാടാ, താങ്ക് യു.